യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ കേസ്. അനിൽകുമാർ, സന്ദീപ് എന്നിവർക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് കേസ്. രഘുനാഥ് നാരായണൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രഘു, വളരെ പ്രസക്തമായ ഒരു നീക്കം അത് കോടതി കണ്ണുരുട്ടിയതോടെ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി കണ്ണടച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഒടുവിൽ കേസെടുക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? സജീഷ്, പ്രസക്തമായ നീക്കം എന്നതിനപ്പുറം ഗതികെട്ട നടപടി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെങ്കിലല്ല, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ ദൃശ്യങ്ങൾ ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകനും മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒഴുക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനം സുഗമമായി കടന്നു പോയതിനു ശേഷം അകമ്പടി വാഹനം നിർത്തി വലിയൊരു വടിയും കൊണ്ട് ഇറങ്ങി വന്ന് പോലീസ് രാജ് നടപ്പിലാക്കിയ അദ്ദേഹത്തിന്റെ ഗൺമാൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ആള് വടിയുമായി, അതായത് ഗൺമാനിന് എപ്പോഴും രാത്രി കൊണ്ട് നടക്കണമെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ആ ഗൺമാൻ ഇറങ്ങി വന്ന് രാത്രിയുമായി ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് അംഗരക്ഷകരും പോലീസ് ഉദ്യോഗസ്ഥർ, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ നിയന്ത്രിച്ച പ്രതിഷേധക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ ഇന്നു വരെ മുഖ്യമന്ത്രി ആ സംഭവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ അംഗരക്ഷകർ അങ്ങനെ ചെയ്യില്ല. അവരെ പൂർണ്ണമായ അർത്ഥത്തിൽ ന്യായീകരിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്നും മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ മർദ്ദനത്തിനിരയായവർ പോലീസിൽ നിന്ന് നടപടി ഉണ്ടാകാത്തത് കൊണ്ട് SP-ക്കും പരാതി നൽകിയിരുന്നു. പക്ഷേ സ്വാഭാവികമായി തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണത്തലവന്റെ ഗൺമാനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും SP-യോ മറ്റുദ്യോഗസ്ഥരോ തയ്യാറായില്ല. എന്ന് മാത്രവുമല്ല, ഈ അംഗരക്ഷകർ ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള തരത്തിൽ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകുകയാണ് കീഴുദ്യോഗസ്ഥർ ചെയ്തത്. ഇതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ചത്. കാരണം മുഖ്യമന്ത്രി കണ്ണടക്കുകയും അവസാനം വരെ ഏറ്റവും ഒടുവിൽ വരെ ന്യായീകരിക്കുകയും കണ്ടില്ല എന്ന് പറയുകയും ചെയ്ത ഒരു സംഭവത്തിലെ നടപടി വരുമ്പോൾ ഇനി പോലീസിന്റെ തുടർ നടപടിയൊക്കെ അത് ഉണ്ടാകുമോ? എത്രത്തോളം ആധികാരികതയോടെ കൂടി കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, അതിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകും. ഇതൊക്കെ സംശയകരമായിട്ടും നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ഈ വകുപ്പുകളൊക്കെ ചുമത്തുന്നത് ഏത് രീതിയിലാണ്? അത് വളരെ കാമ്പുള്ള വകുപ്പുകൾ തന്നെ ആയി മാറുമോ? എന്തൊക്കെയാണ് അങ്ങനെ നോക്കിയാൽ? പ്രഥമദൃഷ്ട്യാ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗതികെട്ടാണ് FIR രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ അല്പസമയം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും രീതിയിൽ നിയമപരമായി അവർക്ക് കോടതിയിൽ നിന്ന് വിടുതൽ കെട്ടുന്ന അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിലൊക്കെ ഊരിപ്പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും സ്വാഭാവികമായി തന്നെ അന്വേഷണം നടക്കുക. പക്ഷേ എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇതിനെ നിയമപരമായി തന്നെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി തന്നെ കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഇടപെടൽ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട നിയമവശം എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു ആ പ്രതിഷേധക്കാരെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന യൂണിഫോമിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി മാറ്റി നിർത്തി. ഇതിനുശേഷമാണ് അല്ലെങ്കിൽ അവരുടെ ജോലി അല്ലാത്ത, അതായത് മുഖ്യമന്ത്രിക്ക് അംഗരക്ഷകരാകുക, മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ജോലിയാണത്. മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം പിന്നാലെ അകമ്പടി വാഹനത്തിലെത്തിയ ഉദ്യോഗസ്ഥർ അവിടെ വാഹനം നിർത്തി നമ്മൾ പറയുന്നത് പോലെ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പോലെ വലിയ വടി കൊണ്ട് ആളുകളെ പോലീസ് രാജ് ഗുണ്ടാരാജ് നടപ്പിലാക്കുന്ന സമീപനമാണ് ഉണ്ടായത്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോടതി ഇടപെട്ടതോടുകൂടി ഗതികെട്ട് ഒടുവിൽ സർക്കാരിന്, പോലീസിന് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ 7 വർഷം തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്.